ഹായ്, നമ്മൾ ഇന്നിനി പഠിക്കാൻ പോകുന്നത് ഒരു C++ പ്രോഗ്രാമാണ്. ടെമ്പറേച്ചറിന് സെൽഷ്യസിൽ നിന്നും ഫാരൻഹീറ്റിലേക്ക് മാറ്റാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇനി C++ ചെയ്യാൻ പോകുന്നത്. അതിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ടു കൺവേർട്ട് ടെമ്പറേച്ചർ ഫ്രം സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. ഈ ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന ഉദ്ദേശം ഈ പ്രോഗ്രാമിന്റെ പർപ്പസ് എന്താണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ചോദ്യം ഇവിടെ എഴുതിയിരിക്കുന്നത് 2 സ്ലാഷുകൾ ഇട്ടതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് ഒരു കമന്റ് ലൈനാണ്, സിംഗിൾ ലൈൻ കമന്റ് സ്റ്റേറ്റ്മെന്റ് ആണിത്. ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യില്ല കമ്പൈൽ ചെയ്യുന്ന സമയത്ത്. നമുക്ക് പക്ഷേ പ്രോഗ്രാം കാണുമ്പോൾ അതിന്റെ പർപ്പസ് മനസ്സിലാകും. ഓക്കെ, അതുകൊണ്ട് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ആ പ്രോഗ്രാമിന്റെ പർപ്പസ് ഇതേപോലെ കമന്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇനി നമുക്ക് പ്രോഗ്രാമിന്റെ ഭാഗത്തേക്ക് വരാം. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ടെമ്പറേച്ചർ സെൽഷ്യസിൽ റീഡ് ചെയ്യുന്നു, അതിനെ നമ്മൾ ഫാരൻഹീറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സെൽഷ്യസ് റീഡിംഗ് ആണ് എടുക്കുന്നത്, അത് ഫാരൻഹീറ്റ് റീഡിംഗിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫാരൻഹീറ്റിലേക്ക് സെൽഷ്യസ് റീഡിങ്ങിനെ മാറ്റാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഫാരൻഹീറ്റ് ഇസ് ഈക്വൽ ടു 1.8 ഇൻറ്റു സെൽഷ്യസ് പ്ലസ് 32. ഇതാണ് ഫോർമുല. ഫാരൻഹീറ്റിലെ റീഡിംഗ് കിട്ടാൻ വേണ്ടി സെൽഷ്യസ് റീഡിങ്ങിനെ 1.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം 32 ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ അവിടെ ചെയ്യാനുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് മാറ്റണം. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലൈൻ തുടങ്ങുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. അതെന്ത് ചെയ്യുന്നു? IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ലൈൻ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലൈനാണ് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. IO സ്ട്രീം എന്നുള്ള ഹെഡർ ഫയലിന്റെ പ്രത്യേകത എന്താണ്? അത് നമ്മളുടെ പ്രോഗ്രാമിൽ ഇൻപുട്ട് ചെയ്യുന്നതിനും ഔട്ട്പുട്ട് ചെയ്യുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നമ്മുടെ പ്രോഗ്രാമിന് ചെയ്യുന്നു. അതായത് നമ്മളുടെ കീബോർഡ് ഡിറ്റക്ട് ചെയ്യാനും നമ്മളുടെ സ്ക്രീൻ ഡിറ്റക്ട് ചെയ്യാനും ആവശ്യമായ ഒബ്ജക്ട്സ് ഡിഫൈൻ ചെയ്യുന്നത് ഈ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ്. എന്ന് പറഞ്ഞാൽ സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, സി ഇൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, സി ഇൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കീബോർഡിനെയും സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മുടെ സ്ക്രീനിനെയും ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പോൾ ആ 2 ഒബ്ജക്ട്സിനെയും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയലാണ് IO സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ IO സ്ട്രീം എന്ന് പറയുന്ന ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ലൈൻ എന്താണ്? യൂസിങ് നെയിം സ്പേസ് STD. ഇതൊരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. STD എന്നുള്ള പേരിൽ നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ STD എന്ന് പറയുന്ന നെയിം സ്പേസിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സി ഇൻ സി ഔട്ട് എന്ന് പറയുന്ന 2 ഒബ്ജക്ട്സിനെയും സ്ട്രീം ഒബ്ജക്ട്സിനെയും നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടാക്കി വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം നമ്മുടെ പ്രോഗ്രാമിലേക്ക് സി ഇൻ സി ഔട്ട് എന്ന് പറയുന്ന 2 ഒബ്ജക്ട്സും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ള ഒരു ചുമതലയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അടുത്ത ലൈനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇൻഡ് മെയിൻ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് എപ്പോഴും പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവിലായിരിക്കും. പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എല്ലാം എഴുതിയതിനു ശേഷം യൂസിങ് നെയിം സ്പേസ് STD എഴുതും. അത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിൽ എഴുതുന്നത് ഫങ്ഷൻസ് ആയിരിക്കും. C++ പ്രോഗ്രാമിന്റെ പ്രത്യേകത C++ പ്രോഗ്രാം ഒന്നിൽ കൂടുതലോ ഫങ്ഷൻസിന്റെ കളക്ഷൻസ് ആണ്. ഏറ്റവും കുറഞ്ഞത് ഒരു ഫംഗ്ഷനിലും ഉണ്ടാകും. അതായത് നമ്മുടെ C++ പ്രോഗ്രാമിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഫംഗ്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് അവിടെ കാണുക. മെയിൻ എന്ന പേരായ ഫംഗ്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ അതിനൊരു ഡേറ്റ ടൈപ്പ് പറഞ്ഞിരിക്കണം. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡേറ്റ ടൈപ്പ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡ് ആണ്. ജീനി എന്ന് പറയുന്ന എഡിറ്ററിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ടർബോ C++ പോലെയുള്ള എഡിറ്ററിനകത്ത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വോയിഡ് എന്നുള്ള ഡേറ്റ ടൈപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മെയിൻ എന്നുള്ള ഫംഗ്ഷന്റെ പേരെഴുതി, ഒരു ഫംഗ്ഷന്റെ പേരെഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ പേരിന്റെ വലതുവശത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, നോർമൽ ബ്രാക്കറ്റ്സ് അവിടെ കൊടുത്തിരിക്കണം. അപ്പൊ ഇത് ഫംഗ്ഷൻ ഹെഡർ ആണ്. ഇൻഡ് മെയിൻ എന്ന് മാത്രം വായിച്ചാൽ മതി. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഉണ്ടെന്നൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇനി ഫംഗ്ഷന്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓപ്പണിംഗ് ബ്രേസസും ക്ലോസിംഗ് ബ്രേസസും അവിടെ കാണാം. ഒരു ലൈനിൽ തന്നെ ഓപ്പൺ ചെയ്ത് വരുന്നു. ഏറ്റവും അവസാനം അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി
ആ ഫംഗ്ഷന്റെ ബോഡി പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ബോഡി പാർട്ട് എല്ലാം ഈ ഒരു ബ്രാക്കറ്റ്സിനുള്ളിലാണ്, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ബ്രാക്കറ്റ്സിനുള്ളിലാണ് എഴുതി ചേർത്തിരിക്കുന്നത്. അത് വലതുവശത്തേക്ക് നീക്കിയാണ് എഴുതിയിരിക്കുന്നത്. അത് ഇൻഡന്റേഷന്റെ പാർട്ടാണ്. ആ പ്രോഗ്രാമിന്റെ ഇത്രയും ഏരിയ ഒരുമിച്ച് വലതുവശത്തേക്ക് നീക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വരുന്ന കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാം. മാത്രവുമല്ല, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെയാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഈ രണ്ട് ബ്രാക്കറ്റ് നമുക്ക് വളരെ വേഗത്തിൽ തിരിച്ചറിയാം. ഓക്കെ, ഇനിയും മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വേണം? ആദ്യം നമുക്ക് ഒന്ന് രണ്ട് വേരിയബിൾസ് വേണം. ഏതൊക്കെ വേരിയബിൾസ് ആണ് വേണ്ടത്? ചോദ്യം അനുസരിച്ച് നമുക്ക് റീഡിംഗ് കിട്ടുന്നത് സെൽഷ്യസിലാണ്, അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് മിനിമം രണ്ട് വേരിയബിൾസ് വേണം. ഒന്ന്, ഒരു ഇൻപുട്ട് റീഡ് ചെയ്തെടുക്കണം. സെൽഷ്യസിലുള്ള വാല്യൂ വരുന്നുണ്ട്, അതിനെ റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ വേണം. അതിനെ കൺവേർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി രണ്ടാമതൊരു വേരിയബിൾ കൂടെ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് വേരിയബിൾസിന്റെ പേര് സെൽഷ്യസ് എന്നും ഫാരൻഹീറ്റ് എന്നും തന്നെ കൊടുക്കാം. വേറെ പേരൊന്നും കൊടുക്കണ്ട. നമ്മളുടെ ഉദ്ദേശം എന്താണ്, ആ വേരിയബിൾസിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ സെൽഷ്യസ് എന്നും ഫാരൻഹീറ്റ് എന്നും നമുക്ക് വേരിയബിൾസിന്റെ പേര് കൊടുക്കാം. അപ്പൊ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റ ടൈപ്പ് പറയണം. എന്തായാലും ഒരു ടെമ്പറേച്ചർ അളന്നു വരുമ്പോൾ അതിനകത്ത് പോയിന്റ് സംതിങ് ഒക്കെ ഉണ്ടാവും, ഡെസിമൽ ഫ്രാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് അത് ഇൻഡിജർ നമ്പേഴ്സ് ആകാൻ പറ്റില്ല, മറിച്ച് അതിന് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിൽ ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഫ്ലോട്ട് എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാം. ഈ ലൈനിൽ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. വേരിയബിൾ ഡിക്ലറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഫ്ലോട്ട്, സെൽഷ്യസ്, ഫാരൻഹീറ്റ്, രണ്ട് വേരിയബിൾസ് അവിടെ ഡിക്ലെയർ ചെയ്തു. ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും എന്ത് കൊടുക്കണം? ഡെലിമിറ്റർ ആയിട്ട് സെമികോളൻ കൊടുക്കണം എന്നുള്ള കാര്യം ഓർക്കുക. ഫ്ലോട്ട് എഴുതി സെൽഷ്യസ്, ഫാരൻഹീറ്റ് എന്നുള്ള രണ്ട് വേരിയബിൾസും ഡിക്ലെയർ ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എവിടെയാണോ ഫ്രീ സ്പേസ് കിട്ടുന്നത് ആ ഫ്രീ സ്പേസ് രണ്ടെണ്ണം എടുക്കും. അത് ഒരെണ്ണം സെൽഷ്യസിന് വേണ്ടി, മറ്റൊരെണ്ണം ഫാരൻഹീറ്റ് എന്ന് പറയുന്ന വേരിയബിൾസിന് വേണ്ടി ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ ഇത് 4 ബൈറ്റ് വീതമാണ് സെൽഷ്യസിനും ഫാരൻഹീറ്റിനും മെമ്മറിയിലെ സ്പേസ് അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിലെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ സെൽഷ്യസിന് എടുക്കുന്ന 4 മെമ്മറി സെല്ലിലെ ആദ്യത്തെ മെമ്മറി സെല്ലിന്റെ അഡ്രസ് ആണ് സെൽഷ്യസ് എന്ന് പറയുന്ന വേരിയബിളിന്റെ മെമ്മറി അഡ്രസ്. ഫാരൻഹീറ്റ് എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി മെമ്മറിയിൽ എടുത്തിരിക്കുന്ന 4 മെമ്മറി ലൊക്കേഷൻസ്, 4 സെല്ലുകൾ. ആ സെല്ലുകളിൽ ആദ്യത്തെ സെല്ലിന്റെ അഡ്രസ് ഏതാണോ ആ അഡ്രസ് ആയിരിക്കും ഫാരൻഹീറ്റ് എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഈ സ്റ്റേറ്റിന്റെ മീനിങ് മനസ്സിലായല്ലോ. മെമ്മറിയിൽ 4 ബൈറ്റ് വീതം 2 കണ്ടന്റ് വരുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി റിസർവ് ചെയ്ത് വെക്കുകയാണ്. ആദ്യം എടുത്ത 4 ബൈറ്റിന്റെ പേരാണ് സെൽഷ്യസ്, രണ്ടാമത് എടുത്തിരിക്കുന്ന 4 ബൈറ്റിന്റെ കോമൺ നെയിമാണ് ഫാരൻഹീറ്റ്. ഓക്കെ, പിന്നീട് ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇങ്ങനെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കമ്പൈലർ അവിടെ അതിന് ഇഷ്ടമുള്ളൊരു വാല്യൂ റൈറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ റൈറ്റ് ചെയ്ത് വെക്കുന്ന വാല്യൂന്ന് പറയുന്ന പേരാണ് ഗാർബേജ് വാല്യൂ എന്നുള്ളത്. ഓക്കെ, അത് കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത ലൈനിൽ നമ്മൾ യൂസറോട് പറയാൻ പോവുകയാണ്, നിങ്ങൾ ടെമ്പറേച്ചർ എൻട്രി ചെയ്യണം, സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ റീഡിംഗ് എൻട്രി ചെയ്യണം. അപ്പം നമ്മൾ യൂസറോട് ഒരു കാര്യം പറയാൻ പോവുകയാണ്, സ്ക്രീനിലേക്ക് എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് സി ഔട്ട് ആണ്. സി ഔട്ട് എന്ന് എഴുതിയതിനു ശേഷം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അവിടെ എഴുതി വെക്കും. അതിനുശേഷം അതിന്റെ വലതുവശത്ത് യൂസറോട് പറയാനുള്ള കാര്യങ്ങൾ ഡബിൾ കോട്ട്സിനകത്ത് പറയും. ഇതാണ് അവിടുത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ലെഫ്റ്റ് സൈഡ് എപ്പോഴും സി ഔട്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന C++ പ്രോഗ്രാമിനകത്ത് സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്തിനെ റെഫർ ചെയ്യുന്നു? നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിനെ റെഫർ ചെയ്യുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതണം. എന്ത് കാര്യം എഴുതണം? അതാണ് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് ഡബിൾ കോട്ട്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ സ്ക്രീനിൽ വരും. എന്താണ് വലതുവശത്ത് പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ട്രിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എൻ്റർ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, എൻ്റർ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. സ്ക്രീനിലേക്ക് ഈ മെസ്സേജ് വരാനുള്ള കാരണം ഇവിടെ നിൽക്കുന്ന സി ഔട്ട് എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. സി ഔട്ട് ഒബ്ജക്റ്റ് സൂചിപ്പിക്കുന്നത് സ്ക്രീനാണ്. അതുകൊണ്ട് ആ സ്ട്രിങ്, ഓപ്പറേറ്ററിന്റെ വലതുവശത്തുള്ള സ്ട്രിങ് നേരെ കമ്പ്യൂട്ടർ മോണിറ്ററിലേക്ക് വരും. ഇനി ഈ
മെസ്സേജ് വായിക്കുന്ന പ്രോഗ്രാമർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും, ഒരു വാല്യൂ അവിടെ എൻ്റർ ചെയ്യും. അപ്പോൾ കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ ആ വാല്യൂ റീഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ C++ൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ എഴുതുന്നത് cin എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. cin ഇൻപുട്ട് ഓപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട മെമ്മറി ലൊക്കേഷന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്, സെൽഷ്യസ് എന്നാണ്. ഓക്കെ, അപ്പോൾ cin എന്ന് പറയുന്നത് കീബോർഡിനെ റെഫർ ചെയ്യുകയാണ്. അപ്പോൾ കീബോർഡിൽ നിന്ന് എന്തോ ഒരു കാര്യം വരുന്നുണ്ട്, അതിനെ എടുക്കാൻ വേണ്ടി cin എന്നുള്ള ഒബ്ജക്റ്റ് എടുക്കും, ഒബ്ജക്റ്റ് യൂസ് ചെയ്യും. ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കീബോർഡിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എടുത്തിട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് പറഞ്ഞിരിക്കുന്ന വേരിയബിൾ, ആ വേരിയബിളിലേക്ക് ഈ കണ്ടന്റ് പാസ് ചെയ്യും. അപ്പോൾ കണ്ടന്റ് എവിടെ നിന്ന് വരും, cin എന്നുള്ള ഒബ്ജക്റ്റ് ആണ് കണ്ടന്റ് എടുക്കുന്നത്. എവിടെ നിന്ന് എടുക്കും, കീബോർഡിൽ നിന്ന് എടുക്കും. കീബോർഡിൽ നിന്ന് വരുന്ന കണ്ടന്റ് എടുത്ത് എങ്ങോട്ട് കൊടുക്കും, സെൽഷ്യസിലേക്ക് കൊടുക്കും. സെൽഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു വേരിയബിൾ ആണ്. അത് എവിടെയാണ്, മെമ്മറിയിൽ എവിടെയോ ഫ്രീ ആയിട്ടിരുന്ന 4 സെല്ലുകൾക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു കോമൺ നെയിം ആണ് സെൽഷ്യസ്. അപ്പൊ അതിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റും ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റും ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടുന്നതായ വാല്യൂ അവിടെ എൻ്റർ ചെയ്ത് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, കൺവേർഷൻ നടത്തിയാൽ മതി. കൺവേർഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഫോർമുല എഴുതണം. ഫോർമുല എന്താണ്, ഫാരൻഹീറ്റ് ഈക്വൽ ടു 1.8 ഇൻറ്റു സെൽഷ്യസ് പ്ലസ് 32. ഫാരൻഹീറ്റ് ഇസ് ഈക്വൽ ടു 1.8 ഇൻറ്റു സെൽഷ്യസ് പ്ലസ് 32. ആ ഫോർമുല അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾസിന്റെ പേരും ഫാരൻഹീറ്റ്, സെൽഷ്യസ് എന്നൊക്കെ തന്നെയാണ്, വ്യത്യാസം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ എഴുതിയിരിക്കുകയാണ്, ഫാരൻഹീറ്റ് ഈക്വൽ ടു 1.8 ഇൻറ്റു സെൽഷ്യസ് പ്ലസ് 32. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ സെൽഷ്യസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂനെ 1.82 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതിനെ 32 ആയിട്ട് ആഡ് ചെയ്യും. ആ വാല്യൂ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. അത്രയും കാര്യങ്ങളാണ് ആ സ്റ്റേറ്റ്മെന്റിൽ നടക്കുന്നത്. ഇനി അടുത്ത ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഫാരൻഹീറ്റ് വാല്യൂ നമ്മുടെ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. അത് 2 ലൈനിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരു ലൈനിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് എഴുതാം, അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നിൽ കൂടുതൽ ലൈനിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് 2 ലൈനിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു cout എന്നുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ച്. അതിനുശേഷം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് സെൽഷ്യസ് എന്ന് പറയുന്ന വേരിയബിളിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെൽഷ്യസ് എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള കണ്ടന്റ് അതുപോലെ സ്ക്രീനിലേക്ക് വരും. വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് ഓപ്പറേഷൻ കാസ്കേഡ് ചെയ്യുകയാണ്. ഒന്നിലധികം തവണ cout എഴുതി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതുന്നതിന് പകരം നമ്മൾ എല്ലാം ഒറ്റ ലൈനിൽ തന്നെ എഴുതി പോവുകയാണ്. അപ്പോൾ ആദ്യം സെൽഷ്യസിന്റെ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കാണുന്നത് കൊണ്ട് അതിന്റെ വലതുവശത്ത് വരുന്നത് എന്താണോ അതും അവിടെ പ്രിന്റ് ചെയ്യും. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് വീണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡബിൾ കോട്ട്സിൽ ഒരു സ്ട്രിംഗ് ആണ്. ഒരു കണ്ടന്റ് ഡബിൾ കോട്ട്സിൽ കൊടുത്താൽ അതൊരു സ്ട്രിംഗ് ആയിരിക്കും. ഔട്ട്പുട്ട് ഓപ്പറേഷന്റെ പാർട്ടായിട്ട് ഒരു കണ്ടന്റ് ഡബിൾ കോട്ട്സിൽ കൊടുത്താൽ ആ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നത് അതുപോലെ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ സെൽഷ്യസിനകത്തുണ്ടായിരുന്ന വാല്യൂ എന്താണോ അത് അതുപോലെ സ്ക്രീനിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എന്ന് വരും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ 30 എന്നൊരു വാല്യൂ ആണ് സെൽഷ്യസിന് കൊടുത്തതെങ്കിൽ സ്ക്രീനിൽ വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു, തീർന്നില്ല ആ സ്റ്റേറ്റ്മെന്റ്. വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് കൂടെയുള്ള കാര്യങ്ങൾ അവിടെ സ്ക്രീനിലേക്ക് തന്നെ വരും. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് വേരിയബിൾ ആണ് എഴുതിയിരിക്കുന്നത് ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റിലുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് അവസാനിച്ചില്ല. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നു ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സെൽഷ്യസിൽ പറഞ്ഞ വാല്യൂ കൺവേർട്ട് ചെയ്ത് ഫാരൻഹീറ്റ് എന്ന് പറയുന്ന വാല്യൂലേക്ക് മാറും. അത് നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഒരു റിസൾട്ട് നോക്കാം. ഇനിയും ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് എഴുതും, റിട്ടേൺ 0. അതായത് ഏതൊരു ഫംഗ്ഷൻ എഴുതിയാലും ആ ഫംഗ്ഷന്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, റിട്ടേൺ 0 എന്നുള്ളതായിരിക്കും. റിട്ടേൺ 0 എന്നുള്ളതാണ്. അതായത് ആ ഫംഗ്ഷൻ അവസാനിക്കുന്നു എന്ന്
കമ്പൈലറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് റിട്ടേൺ 0 എഴുതുന്നത്. ഇനി ഇവിടെ റിട്ടേൺ 0 എഴുതിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, എറേഴ്സ് വരുത്തില്ല. ഇപ്പൊ റിട്ടേൺ 0 കഴിഞ്ഞത് കൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനിയും ഈ പ്രോഗ്രാം എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം നമുക്ക് സേവ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരുന്നതായതുകൊണ്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. സേവ് ബട്ടൺ എനേബിൾ അല്ല. ഞാനിവിടെ വെറുതെ കീബോർഡ് ഒന്ന് അനക്കി, അപ്പോൾ സേവ് ബട്ടൺ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് സേവ് ഈ ബട്ടൺ, സേവ് ദ കറണ്ട് ഫയൽ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ഫയലിനകത്ത് വന്നിട്ട് സേവ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ Ctrl+S എന്നുള്ള ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫയൽ സേവ് ചെയ്യാം. 3 മാർഗത്തിൽ. എപ്പോഴും കീബോർഡിലെ ഷോർട്ട് കട്ട് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. കൺട്രോൾ കീയും എസ് എന്നുള്ള കീയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഈ ടൂൾ ബാറിലുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഫയൽ സേവ് ആയി. ഇങ്ങനെ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബിൽഡ് എന്ന് പറയുന്ന മെനുവിലേക്ക് വരണം. ബിൽഡ് എന്നുള്ള മെനുവിൽ വന്നിട്ട് കമ്പൈൽ എന്ന് പറയുന്ന സബ് മെനു എടുക്കണം. എന്താണ്, നമ്മളുടെ പ്രോഗ്രാമിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഗ്രാമാറ്റിക്കൽ എറർ അല്ലെങ്കിൽ സിന്റാക്സ് എറർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനാണ് കമ്പൈൽ ചെയ്യുന്നത്. ബിൽഡ് എന്നുള്ള മെനുവിനകത്താണ് കമ്പൈൽ എന്നുള്ള കമാൻഡ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് F8 ആണ്. F8 ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കമ്പൈലേഷൻ നടക്കും. ഈ പ്രോഗ്രാമിനകത്ത് ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റ്സേ ഉള്ളൂ, എറേഴ്സ് ഒന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. ഓക്കെ, ഇവിടെ ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താം. ഞാൻ ഇവിടുത്തെ ഇത് ഡിലീറ്റ് ആക്കുകയാണ്. ഇനിയും സേവ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യാം. എറേഴ്സ് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. സേവ് ചെയ്തു, ബിൽഡിനകത്ത് കമ്പൈൽ ബട്ടൺ പ്രസ് ചെയ്തു. നോക്കുക, ഇവിടെ എറേഴ്സ് വന്നിട്ടുണ്ട്. സെമികോളൻ കാണുന്നില്ല. എക്സ്പെക്റ്റഡ് സെമികോളൻ ബിഫോർ സി ഔട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഈ ലൈനില് റെഡ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ ആ ലൈനിന് മുകളിൽ നമുക്ക് ഒരു സെമികോളൻ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ സെമികോളൻ കൊടുക്കാം. സെമികോളൻ കൊടുത്താൽ ആ എറർ മാറി വന്നുള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം നമുക്ക് വീണ്ടും സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബിൽഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കമ്പൈൽ വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. എറേഴ്സ് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പം കമ്പൈലേഷന്റെ പാർട്ടായിട്ട് എറേഴ്സ് എല്ലാം മാറി കിട്ടിയാൽ വീണ്ടും ബിൽഡ് മെനുവിൽ വരിക. അതിൽ നിന്ന് വീണ്ടും ഒരു ബിൽഡ് ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അതായത് F8 എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്ത് വീണ്ടും F9 എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യണം. ഓക്കെ, അവിടെയും ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കിട്ടിയാൽ വീണ്ടും നമുക്ക് ബിൽഡ് മെനുവിലേക്ക് വരണം. അതിനകത്ത് എക്സിക്യൂട്ട് എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യണം. F5 ആണ് അതിന്റെ ഷോർട്ട് കട്ട് കീ. F5 എക്സിക്യൂട്ട് ബട്ടന്റെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ ആണ് F5. ബിൽഡ് എന്നുള്ള മെനുവിനകത്താണ് എക്സിക്യൂട്ട് എന്നുള്ള കമാൻഡ് ഉള്ളത്. അതിനെ ക്ലിക്ക് ചെയ്യുക. അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രോഗ്രാം റൺ ചെയ്തു. സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. യൂസർക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്തേക്കാണ്. എൻ്റർ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ എൻ്റർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പൊ നമുക്കൊരു വാല്യൂ കൊടുക്കാം. ഞാൻ 30 എന്നൊരു വാല്യൂ കൊടുക്കുകയാണ്. വാല്യൂ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, എൻ്റർ കീ പ്രസ് ചെയ്യണം. കീ പ്രസ് ചെയ്ത ഉടൻ തന്നെ അതിന്റെ കൺവേർഷൻ കഴിഞ്ഞ് റിസൾട്ട് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഔട്ട്പുട്ട് വന്നിരിക്കുന്ന ശ്രദ്ധിക്കുക. എങ്ങനെയാണ്, 30 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 86 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ ഒരു ഫോർമാറ്റിൽ ഡിസ്പ്ലേ വരാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് താഴെ ഈ ഒരു രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ പ്രോഗ്രാമിനകത്തുള്ള ആ സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ സെൽഷ്യസ് എന്നുള്ള വേരിയബിൾ ആയിരുന്നു. ആ വേരിയബിളിനകത്തുള്ള വാല്യൂ 30 ആണ്. അത് അതുപോലെ വന്നു. ഇനിയും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വലതുവശത്ത് ഡബിൾ കോട്ട്സിൽ ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡിഗ്രി സെൽഷ്യസ്, ആ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള അതുപോലെ സ്ക്രീനിലേക്ക് വന്നു. ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതിയിരിക്കുന്നു. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതിയതിനു ശേഷം ഫാരൻഹീറ്റ് എന്നുള്ള വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫാരൻഹീറ്റ് എന്നുള്ള വേരിയബിളിലേക്ക് 1.8 into 30 plus 32 1.8 into 30 plus 32 എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്താൽ കിട്ടുന്ന വാല്യൂ അത് 86 ആണ്. ആ 86 എന്നുള്ള വാല്യൂ അവിടെ പ്രിന്റ് ആയി വന്നു. അതിനുശേഷം വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതിയിരിക്കുന്നു. അതിന്റെ വലതുവശത്ത് ഡബിൾ കോട്ട്സിൽ ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് വന്നിരിക്കുന്നു. അപ്പൊ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നുള്ളത് അതുപോലെ തന്നെ അവിടെ പ്രിന്റ് ആയി വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതെങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് കമ്പൈൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഈ സ്റ്റെപ്സും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ
ഔട്ട്പുട്ട് കാണിക്കുന്ന വിൻഡോ നമുക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിലെ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്താലും മതിയാകും. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം എങ്ങനെയാണ് കമ്പൈൽ ചെയ്തത്, സേവ് ചെയ്തത്, റൺ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.